الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನತೆ ಎಲ್ಲ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುವೆ ಸೂಕ್ಷಿಟ್ಟಿಟ್ಟು ಜೀವನಾಕೊಂಡು ಚೊಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಂಟ ಓರೋತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡುಲ್ಲ, ವಸೀಯತ್ ಹಾಕೊಂಡುಲ್ಲ. മരിക്കുന്നവർത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയപ്പെട്ട് ജീവനാക്കടെ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സഹോദരന്മാരെ, ഒരു പുതിയ വർഷം സ്വീകരിക്കുകൂ, അതിനെ വെൽക്കം ആക്കുകൂ, ಅದಕ್ಕೆ ಬೇನಾയിട്ട് ವ್ಯವಸ್ಥೆಗಳെ തയ്യാറാക്കಡೆ ഒരു സന്ദർഭത്തിലായിട്ട് നാനും നിങ്ങൾ ഉള്ളത്. ഈ വർഷത്തെ 2024 വർഷത്തെ ലാസ്റ്റ് തിങ്കളിലെ ലാസ്റ്റ് ഒരു അവസാനത്തെ സന്ദർഭത്തിലായിട്ട് ഞാൻ നിങ്ങൾ ഉള്ളത്. എന്നെങ്കിലും ഇന്നൊരു പുതിയ വർഷ 2025 ചൊല്ലെ ആ വർഷത്തെ സ്വീകരിക്കുവാനായിട്ട് മനുഷ്യന്മാരിൽ ബഹുഭൂരി ആൾമാർ ಅದಕ್ಕೆ ಬೇನಾയിട്ട് ವ್ಯವಸ್ಥೆಗಳെ തയ്യാറാക്കിയിട്ടുള്ള ഒരവസ്ഥയിലെത്തിക്കರು. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിലും ചമ്മ രൂപത്തിലുള്ള ജീവജാലങ്ങൾ അല്ലാഹു സൃഷ്ടിയാക്കിയ അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിശക്തിയും ചിന്താശക്തിയും കൊടുത്തത് അല്ലാഹു മനുഷ്യകൈത്തിക്കರು. വേറെ ഒരു ജീവിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുക, ആലോചിക്കുക അല്ലാഹു അങ്ങനത്തെ ബുദ്ധിശക്തികളായിക്ക് കൊടുത്തിട്ടില്ല. ഒരു ആന ചൊല്ല ഒരു മൃഗമുണ്ട്, അതിന്റെ ശരീരം എത്രമാത്രം വലിയതായിട്ടിരിക്കുന്നു. എന്നെങ്കിലും ആ ആനക്ക് ചിന്തിക്കുക, ഒരു കാര്യത്തെ വിഷയം പഠിക്കുകയില്ലേ, ബുദ്ധിശക്തി അല്ലാഹു കൊടുത്തില്ല. രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അല്ലാഹു ആദരിച്ചിട്ട് ബഹുമാനിച്ചിട്ട് ആ മനുഷ്യಗೂ ഒരു കാര്യത്തെ വിഷയത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയുള്ളത്
ಅದಕ್ಕುള്ള ವ್ಯವಸ್ಥೆಗಳೇ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ബുദ്ധിശക്തി ചൊല്ലവരിലെ അവർ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അനുഗ്രഹിച്ച എന്നെങ്കിലും ഇത്രമാത്രം ബുദ്ധിശക്തിയുള്ള മനുഷ്യൻ തീരെ ബുദ്ധിയില്ലാത്ത അവസ്ഥയിലെത്തിക്കറിണ്ട് നമുക്ക് കണ്ടോണ്ടുള്ളത്. കാരണം എന്ത് ചൊന്നിട്ടെങ്കിൽ ഒരു വർഷ അല്ലെ 2024 ജനുവരി പിടിച്ചിട്ട് ഈ ഡിസംബർ തോൽത്തുള്ള സമയത്തോളം ഞങ്ങളുടെ ജീവനത്തിലെ 365 നാള് ആയുസ് കുറഞ്ഞു പോയിട്ട് ആ കുറഞ്ഞു പോയ വിഷയത്തില് സന്തോഷിക്കരേ, അതൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കരേ, അതിൽ ആഘോഷിക്കൂ, തയ്യാറായിട്ട് നിൽക്കരേ മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ട് അങ്ങനെ എന്തായിട്ട് ഞങ്ങൾ ചൊല്ലുള്ളത്. നോക്കൂ, ഒരു ചരിത്ര പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടുണ്ടോ? ആ ചരിത്രത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാടുണ്ട്. ഒരു മനുഷ്യൻ അയാൾ കാടിൽ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്, വനപ്രദേശ കാട് ചൊല്ല ഒരു പക്കത്തിൽ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടോ. കാടിലെല്ലാവർക്കും ഞങ്ങൾക്ക് ഒന്നുണ്ട് ദട്ടമായ മറയ്ക്കറ്, വലിയ വലിയ മറങ്ങ. അങ്ങനെ ആ കാടിലെ പ്രകൃതി സൗന്ദര്യത്തെ ആസ്വാദനായിക്കൊണ്ട് അയാൾ കാടുകൾക്ക് ഇങ്ങനെ നടന്നു പോയിട്ടിരിക്കുമ്പോ കാടുകൾക്കുള്ള ഒരു സിംഹ അത് പയിച്ചിട്ട് സതിക്കില്ല. അങ്ങനെ ഈ നടന്നു പോണ്ട മനുഷ്യന്റെ ആ സിംഹം നോക്കിട്ടാകുമ്പോ ആ മനുഷ്യന്റെ തിന്നുക സിംഹ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ആ സിംഹത്തെ നോക്കിയിട്ട് പേടിച്ചു ഓടും. ഓടി ഓടിയിട്ട് ആ കാടിലുള്ള ഒരു പൊട്ടിക്കനുണ്ട്, തണ്ണിയില്ലാത്ത കിണ, അത് കേർത്തിട്ട് ബൂളുടയില് ബൂളുമ്പോ ആ കെന്ത നടുവിൽ ഒരു ಬೇರುണ്ട് മർത്തെ, അതിൽ പിടിച്ചിട്ട് അതിൽ നീണ്ടോണ്ടിക്കറും. അങ്ങനെ സിംഹ ಬಂತು ആ ಕೆಂತ ಮೇಲೆ ನಿಲ್ಕಿ നോക്കിയിട്ടുണ്ടോ, ഇയാൾ മേൽ ಬಂದೆಂಗಿ ಎಲ್ಲ ತಿನ್ನ അല്ലെങ്കിൽ ಎಲ್ಲ ತಿನ್ನರೆ എങ്ങനെ ചൊന്ത അത് നോക്കിയിട്ടുണ്ടോ. എന്നിട്ട് ആ മനുഷ്യൻ ആ പൊട്ടിക്കെന്തരെ ആ നടുര ഭാഗത്തിൽ ഒരു ಬೇರೆ പിടിച്ചിട്ട് അയാൾ നീണ്ടുണ്ടോ. കൈ ബുട്ടെಂಟಾಂಗಿ കീല് ವಿಷಸರ್ಪಂಗೈತಿಕ್ರ ಆ ಕೆಂತ್ರಲ್ಗೊಳ್ಳೇದು ಎಲ್ಲ ಕೊತ್ತುಗು ಬೇನೈಟ್ ಎಲ್ಲ ಕೊತ್ತಿ ತಿನ್ನುಗು ಕೊಲ್ಲುಗು ಬೇನೈಟ್ തയ്യാറായിട്ടുള്ളേ പാമ്പുങ്ങൈത്തിക്ര ആ ಕೆಂತ್ರಲ್ಗೊಳ್ಳೇದು. അങ്ങനെ ഇയാൾ പിടിച്ച ബേറാവട്ട് അതിന് കർത്തയിലും ബെൽത്തയിലും തിണ്ടുണ്ട്. ഏതാ സമയത്തിൽ അത് പൂളായിട്ട് ബൂൾഡಂತ ഗ്യാരണ്ടി. ഈ സന്ദർഭത്തിൽ ആ ಕೆಂತ್ರ മേലായിട്ട് ഒരു മറവുണ്ട്, വലിയൊരു മറ. അതിൽ നിന്ന് ആ മരത്തിൽ നിന്ന് യന്ത്രമായിയല്ലേ ബായുടെ മുട്ടത്തേക്ക് ഇച്ചുകൊണ്ടുണ്ടോ. അതിൽ നെക്കി നോക്കുമ്പോ നല്ല മധുരവുള്ള തേനൈത്തിക്കറ്, നല്ല മധുരവുള്ള തേനൈത്തിക്കറ്. അങ്ങനെ ഈ മനുഷ്യൻ ആ തേനിൽ ഇങ്ങനെ നെക്കിട്ട് നെക്കുക സുറാക്കറ്, അങ്ങനെ അതിൽ ആസ്വാദനം എടുക്കുക സുറാക്കറ്. അങ്ങനെ കീഴ് പാമ്പുള്ളതും അയാൾ മറന്നു പോയിട്ട് മേല് നന്റെ ജീമെടുക്കുള്ള സിംഹത്തെ മറന്നു പോയിട്ട് ഊടെ ഞാൻ കയ്യിൽ പിടിച്ചോണ്ടല്ലേ ആ ഒരു ಬೇರೆ എലിങ്ങ കർത്തയിലും ബെൽത്തയിലും തിന്നിട്ട് അതിൽ പൂളാക്കിയുള്ളതും മറന്നു പോയിട്ട്. ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ചൊല്ലുകൊള്ളത് അതിൽ ബുദ്ധിയില്ലാത്ത ആൾ ചൊന്തും. കാരണം മേല് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലെ സിംഹ, കീല് വിഷസർപ്പുങ്ങ ചൊല്ലെ കബറുങ്ങ. അതേപോലെ ജീവിത ചൊല്ലെ ബല്ലിടെ പിടിച്ചിട്ടുള്ള മനുഷ്യൻ, കർത്തയിൽ ചൊല്ലെ ജാവും ബെൽത്തയിൽ ചൊല്ലെ പോലും അയാളുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിക്ക് പഠിപ്പാർത്തേണ്ടത്. കർത്തയിൽ ബെൽത്തയിൽ ചൊന്ത് ഉദ്ദേശിക്കുന്നവിടെ ജാവും പോലായിത്തിക്കറ്, കറുപ്പു ചൊല്ലത് ജാവും ബെൽപ്പു ചൊല്ലതും പോലുമായിത്തിക്കറ്. അങ്ങനെ ജീവിത ചൊല്ലെ ബല്ലിടെ മനുഷ്യൻ പിടിച്ചിട്ടുള്ള അങ്ങനെ ഓരോരു ജാവും ഓരോരു പോലും കഴിഞ്ഞു പോയ പോലമേ മനുഷ്യന്റെ ആയുസ് ചൊല്ലത് അത് കുറഞ്ഞു വന്നിട്ടുണ്ടോ. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഏത് സന്ദർഭത്തിലും നന്റെ മുട്ട കടന്നു പറഞ്ഞു ചൊന്തവന് ഗൊന്തുണ്ടോ. ആ മരണം സംഭവിച്ചെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് 6 അടി മണ്ണിടുക പോണ്ട ചൊന്തയിൽ ഗൊന്തുണ്ടോ. ഈ സന്ദർഭത്തില് ആ മനുഷ്യൻ നെക്കറ പോലത്തെ തേന്റെ പോലെ എത്തിക്കറ് ഞങ്ങൾ ഈ ദുനിയാവിടെ ജീവിതമായിട്ടുണ്ടോ. ഊടർ സുഖത്തെ പേരത്തിൽ ഞങ്ങൾ പിന്തിരിഞ്ഞു പോയിട്ടുള്ള. അപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ആ മനുഷ്യൻ ബുദ്ധി ഇന്നിട്ടും ഇല്ലാത്ത പോലെ എത്തിക്കറ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്ത് പണ്ട സന്ദർഭത്തില് ഞങ്ങൾക്ക് ഉമ്മയുടെ ബൈത്തിൽ ഉൾകയറ്റിക്കർ അല്ലാഹു റൂഹിഡ്രെ. അതേ സമയത്തേക്ക്
ഞാൻ ഏത് തിങ്കളില്, ഏത് വർഷത്തില്, ഏത് വാരത്തില്, ഏത് നാളില്, ഏത് നിമിഷത്തില്, ഏത് ഗಂಟೆല്, ഏത് പക്കത്തില് ഞാൻ മരണപ്പെട്ടു പോണു ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിതമായ കാലാവസ്ഥ അല്ലാഹു നമുക്ക് തന്നിട്ട് ആ കാലത്തില് ഞങ്ങൾ മരണപ്പെട്ടു പോണ്ട ആ ഒരു നാളിലും അല്ലാഹു ഉമ്മയുടെ ബൈത്തിലെ തീരുമാനാക്കി വെച്ചിറ പർത്ത് ബന്തല്ല അല്ലാഹു തീരുമാനാക്കറേ. ನನ್ನ ಜೀವಿತದಲ್ಲಿ ಎಂದರೆಲ್ಲ ಸಂಭವಿಕೋನು, ನಾನು ಈ ದುನಿಯಾವಿನ ಜೀವಿತದಲ್ಲಿ ಜೀವಿക്കും എന്തെല്ലാം സംഭവിക്കുന്നു അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് എഴുതിട്ടേക്കറ് ഞങ്ങൾ ഈ ഭൂമിക്ക് കർത്തര്. അപ്പൊ ഞങ്ങൾ എപ്പ മരിക്കിற ചൊന്തുല്ലേ ആ സമയത്ത് അല്ലാഹു ഉമ്മയുടെ ബൈത്തില് തീരുമാനാക്കിട്ടായിരുന്നു. ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്ത് വന്ന സന്ദർഭത്തെ ഞങ്ങൾ ഒരു നാളായിട്ട് കണക്കാക്കുക, അതായിട്ട് ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചൊന്ന് കണക്കാക്കുക. അവിടെ നിന്ന് ഞങ്ങ ഓരോരോ നാല് ഞങ്ങൾ നിന്ന് കളിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ബൈത്തിൽ നിർണയിച്ച് വെച്ച മരണ ചൊല്ലത് ഞങ്ങൾ നിന്ന് ദൂരല്ല പോണ്ടേ, ബദലായിട്ട് ഞങ്ങളെ മുട്ടയിട്ട് കടന്നു പണ്ടത്. അതാ ചൊന്നത് ഒരു വർഷത്തിൽ 365 നാള്, ചെറിയ വിഷയമല്ല. 12 തിങ്കള് 365 നാള് ഞങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ട് നന്റെ ബർസഖിയായ ജീവിതത്തിക്ക്, നന്റെ കബർസ്ഥാനത്തിക്ക്, നന്റെ മയ്യത്തടക്കുന്ന ആ തായുകുലിക്ക് ಅದಕ್ಕೆ ನಾನು ಮುಟ್ಟಾಯಿ ಉಂಟುള്ളത് ചൊല്ലുമ്പോ മനുഷ്യൻ ആഘോഷിക്കുന്നതിന് ഓണ്ടെത്ര വലിയ ബുദ്ധി ഇല്ലാത്തവനാറുള്ള, ഓണ്ടെത്ര വിവരമില്ലാത്തവനാറുള്ള. ഈ പണിയെല്ലാം ആക്കിടങ്ങാറ് ദുനിയാവിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ചൊല്ല ആൾമാർ, നല്ല വിവരമുള്ള ചൊല്ല ആൾമാർ, എന്തെങ്കിലും ഏറ്റവും വിവരമില്ലാത്ത ആൾമാറായിട്ടിരിക്കുക. തങ്ങൾ ആയുസ് കുറഞ്ഞതിന്റെ വിഷയത്തില് കൊസിപ്പട്രെ ആനന്ദിക്കുന്നവന്റെ കാണ്ടി ബുദ്ധിയില്ലാത്തവനാറുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നു, ഞങ്ങൾ ആയുസ് തീർന്നു പോയിട്ടില്ലേ. ഞങ്ങൾ ചൊല്ല നക്ക് 35 വർഷം 60 വർഷമായിട്ട് അല്ലേ, അള്ളാഹു തന്നെ ആ ടൈം തീർന്നു പോയിട്ട് എവിടെ കേട്ടിക്കറ് ഇത്ര ദൂരം ഞങ്ങൾ ആയുസ്. ഓരോ നാൾ കളിയുമ്പോ മുട്ടുമുട്ടായിട്ട് വന്നിട്ടില്ലേ, ദൂര അല്ല ആയിട്ട് പോയിട്ടുള്ളത്. ഈ ഒരു വിഷയം ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധി ഉള്ളവർ പലക്കത്തെ ഞങ്ങൾക്ക് വെടിപ്പാറ്റുണ്ട്. കാരണം ഇസ്ലാം ഏതെങ്കിലും ഒരു വിഷയത്തെ ഞങ്ങൾക്ക് പഠിപ്പാറ്റുണ്ടെങ്കിൽ അത് ബുദ്ധി ഉള്ളത് മാത്രമേ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുള്ള മാത്രം വിഷയത്തേക്ക് ഇസ്ലാം പഠിപ്പാറ്റണ്ടേ. വിവരമില്ലാത്ത വിഷയം ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാറ്റണ്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഈ ദുനിയാവിടെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഈ ദുനിയാവിൽ അവൻ ജീവിക്കും ചൊന്തു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റണ്ടേ. കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, കുൻ ഫിദ് ദുനിയ, നീ ദുനിയാവിൽ ആയിട്ട് തീരണു, കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ, ഒരു അപരിചിത വ്യക്തിയെ പോലെ അല്ലെങ്കിൽ ഒരു തെരുയാത്രക്കാരന്റെ പോലെ നീ ആയിട്ട് തീരണം ചൊന്തു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥ ഞങ്ങളെ ഫറങ്ങി റായത്തിൽ നിന്ന് ഒരു ദൂര റായത്തിൽ ഞങ്ങൾ യാത്ര പോണ്ട. ആ യാത്ര പോണ്ട ഉദ്ദേശ ആ റായത്തിൽ പെർമനന്റ് ജീവിക്കുകയല്ല, ബദലായിട്ട് ഒന്നാ ജണ്ട നാൾ തെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോണ്ട ഞങ്ങൾ റായത്തിക്ക്. അപ്പ ഞങ്ങൾ പോണ്ട ആ യാത്രയിലുള്ള സമയം ഉണ്ടല്ലേ, അതായിട്ട് ദുനിയാവുടെ ജീവിത ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊറിയ കാലം മാത്രമുള്ള ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിങ്ങൾ കാണുന്നു ചൊന്തു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണുന്നു. കാരണം ഞങ്ങള് മുന്നോളു ഇപ്പൊ ഞങ്ങമേ ചൊന്നിട്ടുള്ള എത്ര ಬೇಗ ಬೆಲ್ಯಾಸ ಬಂದುಂಟುಂಡು അല്ലേ, എത്ര ಬೇಗ ಬೆಲ್ಯಾಸ ಬಂದುಂಟು, ഒരു വാരം എത്ര ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ സഹോദരന്മാർ. ഇത് ഞങ്ങൾ ചൊല്ലല്ല, 1445 വർഷത്തിന് മുന്നോളൂ അള്ളാഹുടെ വഹീയുടെ അടിസ്ഥാനത്തിൽ പലക്കവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാറ്റണ്ട്. അവസാന ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ ഒരു നാല് ഏത് രൂപത്തിൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റ ഒരു ഹദീസ് ഉണ്ട്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല ഹത്താ യൗർതോൽ ചൊന്നിട്ടെങ്കിൽ യതഖാറബസ് സമാനു ഫതകൂനു സനതു അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഒരു വർഷ ഒരു തിങ്കളുടെ പോലെ പോണ്ട് ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഇങ്ങനെ ആവാണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. എങ്ങനെ ചെന്നിട്ടെങ്കിൽ അതെ, ഒരു വർഷ ഒരു തിങ്കളുടെ പോലെ നിപ്പാട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വശഹറു കൽ ജുമുഅത്തി, ഒരു തിങ്കള് ഒരു വാരത്തെ പോലെ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വതകൂനുൽ ജുമുഅത്തി കൽ യൗം, ഒരു ജുമുഅ അല്ലെങ്കിൽ ഒരു വാര ഒരു നാളിനെ പോലെ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയകൂനുൽ യൗമു കസ്സാഅത്തി, ഒരു നാള് ഒരു ഗಂಟೆയുടെ പോലെ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വതകൂനു സാഅത്തു കൽദർമതി, ഒരു ഗಂಟೆ ഒരു തീ കത്ര സമയത്തത്ര ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് നാളുകൾ കടന്നു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വർഷ ഒരു തിങ്കളുടെ പോലെ, ഒരു വർഷം ഒരു തിങ്കളുടെ പോലെ, ഒരു തിങ്കള് ഒരു വാർത്ത എത്ര ഫാസ്റ്റ്, ഒരു വാര ഒരു നാളിന്റെ എത്ര ഫാസ്റ്റ്, ഒരു നാള് ഒരു ഗಂಟೆയുടെ എത്ര ഫാസ്റ്റ്, ഒരു ഗಂಟೆ ഒരു തീ കത്ര എത്ര നേര. അതിനർത്ഥ ഒരു വനക്ക് കോളുകു തീ കത്തുപാട്ടുണ്ടെങ്കിൽ ആ കോള് എത്ര ಬೇಗ കത്തിട്ട് ഭസ്മാവിട അത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് നാളുകൾ കടന്നു പോകേണ്ടവർത്തോളും ഖിയാമത്ത് നാൾ സംഭവിക്കില്ല ചൊന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ, സദക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സത്യമായി തിക്കറ്. ഞങ്ങൾ മുന്നുള്ള ആ നാളുകൾ അങ്ങനല്ലേ കടന്നു പോയിട്ടില്ലേ. ഞങ്ങൾ ആയുസ് ചൊല്ലി ബല്ലി അങ്ങനല്ലേ ഞങ്ങൾ നിന്ന് കുറഞ്ഞു പോയിട്ടില്ലേ. എത്ര ಬೇಗ തിക്കറ് ജുമാ വന്നിട്ടില്ലേ, എത്ര ಬೇಗ തിക്കറ് ഒരു തിങ്കൾ തീന്നിട്ടില്ലേ, എത്ര ಬೇಗ തിക്കറ് ഒരു വർഷം ഞങ്ങൾ നിന്ന് തീന്നിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കൂല്ലത് ഈ സമയത്തില് എല്ലാ മനുഷ്യന്മാരല്ല, സത്യവിശ്വാസിങ്ങ തൗഹീദ് സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന അവകാശപ്പെടുക. കാരണം എല്ലാ മനുഷ്യന്മാരെന്നല്ല ഉള്ളല്ലേ അല്ലേ. ಅದಕ್ಕല്ലേ നരകത്തെ സ്വർഗത്തല്ല പഠിച്ചത്. കാരണം നരകത്തുക്കും ആൾമാർ കടന്നു പോകണ്ടവർ, സ്വർഗത്തുക്ക് ആൾമാർ കടന്നു പോകണ്ടവർ. അപ്പൊ മുഅ്മിനായ മനുഷ്യന്മാർ അള്ളാഹുടെ ഭയപ്പെട്ട ഹൃദയങ്ങ ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് സമയം പോകുമ്പോ ഞങ്ങൾ എന്തിർത്തിക്ക് തയ്യാറാവണു. പുതിയ വർഷം സ്വീകരിക്കുക അല്ല, മരണത്തിക്ക് തയ്യാറാവണം, മരിപ്പുക്ക് തയ്യാറാവണം, മരണത്തിക്ക് തയ്യാറാവണം. ഏത് മരണ? എല്ലാരും വിട്ടിട്ടു ഒർത്തനായിട്ട് പോയിട്ട് ഖബർസ്ഥാനത്തിൽ വരങ്ങനെ മരണത്തിക്ക് ഞങ്ങൾ തയ്യാറാവണം. വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ ആ മരണം സംഭവിക്കുന്ന നേരത്തേക്ക് കല്ല ഇദാ ബലഗദി തറാഖി വഖീല മൻ റാഖ്, ഒരു മനുഷ്യന്റെ റൂഹ് പോണ്ട നേരത്തേക്ക് അവന്റെ റൂഹ് തൊണ്ട കുടിക്ക് വന്ന എത്ര സന്ദർഭത്തില് വഖീല മൻ റാഖ് അല്ല ചൊല്ലി ആറുള്ളവർ നിന്റെ മന്ത്രിക്കൂ. അതിനർത്ഥ നിന്റെ സമാധാനിക്കുക. ആ സമയത്ത് ആറുള്ളവരും ദുനിയാവിലേക്ക് എന്തെങ്കിലും പ്രയാസം വന്നെങ്കിൽ, കഷ്ടപ്പാട് വന്നെങ്കിൽ, ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിന്റെ സമാധാനിക്കും, നിക്ക് സഹായാക്കും. പല നിങ്ങൾ നിന്റെ കുടുംബത്തങ്ങൾ ഉണ്ടാവും, നിന്റെ ചങ്ങായിമാരുണ്ടാവും, നിന്റെ റായത്തങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും നിന്റെ മരിപ്പിടിനാറ, നിന്റെ റൂഹ് പോനാറ, നിന്റെ ശരീരത്തിലുള്ള റൂഹ് നിന്റെ തൊണ്ട കുരിക്ക് പണ്ട് എത്ര നേരത്തില് വക്കീല മൻറാക്ക് ആറിലോ നിന്റെ സമാധാനിക്കും, ആറിലോ നിന്റെ സഹായാക്കും, നിന്റെ സഹായക്കോ. ആ മരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കി പോയാ ഇത് എന്റെ മരണത്തെ സമയത്തിക്കരുത്. ആ മരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കി പോയിട്ട് ഇത് എന്റെ വേർപാട് സമയമായിത്തേക്കരുത്. ആ സമയത്ത് അല്ല ചൊല്ലേ റൂഹ് ഇങ്ങനെ തടിയിൽ നിന്ന് പുറത്തു പോകുന്ന സന്ദർഭത്തില് കനങ്കാലും കൂട്ടിൽപ്പെട്ടിട്ട് ചൊന്തു വിശുദ്ധ ഖുർആൻ. നോക്കിയില്ല സഖറാത്തിന് മുമ്പത്തെ ആ സഖറാത്ര പ്രയാസത്തെ നോക്കിയിട്ടില്ലേ, കയ്യും കാലും നീട്ടുന്ന അവസ്ഥ. ഇത് എല്ലാ മനുഷ്യന്മാർക്കും അനുഭവിക്കുള്ളത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇത് അനുഭവിച്ചത് അല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലില്ലേ, മരണത്തെ വേദന അസഹനീയമായിട്ടുണ്ട് ആയിഷ ചൊല്ലുന്നു മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ പഠിപ്പറ്റന്റെ ഇലാ വദന്ന അന്നഉൽ ഫിറാഖ് വൽതഫത്തിസ് സാഖ് ബിസാഖ്, സാഖും ബിസാഖ് ചൊല്ലും കനങ്കാലും കൂട്ടിപ്പെട്ട് എവിടെ യാത്ര ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, തന്റെ റബ്ബുടെ പക്കൽ ഗേറ്റിൽ കടന്നു പോണ്ടേ. കുടുംബത്തിലല്ല, തന്റെ അള്ളാഹുടെ തന്റെ സൃഷ്ടിയാക്കി നക്കിബേനായിട്ട് എല്ലാ വ്യവസ്ഥയാക്കി തന്നെ ആ അള്ളാഹുടെ പക്കൽ ഗേറ്റിക്ക് എന്റെ യാത്ര ചൊല്ലുന്ന വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ മരണത്തിന് ഞങ്ങൾ എന്താവണു തയ്യാറാവും, അങ്ങനത്തെ മരിപ്പുക്ക് തയ്യാറാവണം. വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണു യൗമൻ, ഒരു നാളിന്റെ വിഷയത്തില് തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ കടന്നു പോകേണ്ട നാളുണ്ടല്ലേ, ആ നാളിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കൊണ്ടു വിശുദ്ധ ഖുർആൻ. എങ്ങനത്തെ നാള്? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്,
ഈ ദുനിയാവിൽ മനുഷ്യൻ എന്തെല്ലാം പ്രവർത്തിച്ചന അതിന്റെ ഫലത്തെ കൊടുക്കുന്ന നാളായിട്ടിരിക്കുന്ന നാള് വഹും ലാ യുദ്ലമൂൻ. അണ്ടത്തെ നാളില് ഒരാൾക്കും ദുൽമ സംഭവിക്കില്ല. അള്ളാഹു ഒരാൾക്കും അക്രമ കാട്ടില്ല. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. കടുക് മണിയുടെ പോലും ആറ് നന്മയാക്കിണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പക്കൽ ഖൈറുണ്ടോ. കടുക് മണിയുടെ പോലും മിസ്കാല ദർറ അത്ര ആറ് ഷർറാക്കിട്ടുണ്ടെങ്കിൽ അതുക്കും അല്ലാഹുവിന്റെ പക്കൽ പ്രതിഫലം. അങ്ങനത്തെ വത്തഖൂ അല്ലാഹു ചൊല്ലേ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. റൂഹ് പോയാൽ പിന്നെ ആ ആകാശ അള്ളാഹുവിന്റെ മുട്ട കടന്നു പോണ്ട ആ നാളുണ്ടല്ലേ, ആ നാളിൽ നിങ്ങൾ സൂക്ഷിക്കുറച്ചെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ചൊല്ലി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യന്മാരും വിളിക്കില്ല, മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ചിട്ട് ഒരു വിഷയം ചൊല്ല. പലപ്പോഴും ഞങ്ങൾ കേട്ട ആയത്തായിട്ടേക്കറ് ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസിമാരെ, യാ അയ്യുഹന്നാസിൻ തല്ല വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരു മനസ്സും ചിന്തിക്കട്ടെ, ഓരോരു നഫ്സും ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് തയ്യാറാക്കി വെച്ചെന്ന് നോക്കട്ടെ ചൊല്ലി വിശുദ്ധ ഖുർആൻ. ഏത് നാളെ നന്റെ റൂഹ് പോയെങ്കിൽ, നന്റെ ശരീരത്തിന്റെ റൂഹ് പോയെങ്കിൽ ആൾമാർ നന്റെ മയ്യത്ത് കുലിപ്പാട്ടിട്ട് നന്റെ ശരീരത്തെ കഫനാക്കിട്ട് മയ്യത്ത് കട്ടിൽ നന്റെ മയ്യത്ത് വെച്ചിട്ട് പള്ളിക്ക് കൊണ്ടുപോയിട്ട് ജനാസ നിസ്കരിച്ചിട്ട് കബർസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ആ കബറിന്റെ തായ്കുള്ളിക്ക് മയ്യത്ത് വെച്ചിട്ട് അതിന് മേൽ കല്ല് മൂടിയിട്ട് അതിന് മേൽ മണ്ണ് മൂടിയിട്ട് ആ കബറിന്റെ മേലുള്ള ആൾമാർ അരഗಂಟമോ ഒരു ഗಂಟമോ തസ്ബീഹ് ചൊല്ലുന്നു. പിന്തിരിഞ്ഞു പോകുമ്പോ ആ തായ്കുള്ളിൽ ഞാൻ വർത്തനായിട്ട് പറഞ്ഞില്ലേ, ആ നാളുക്ക് നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചോ. എന്താക്കി വെച്ചോ? സത്യവിശ്വാസമായിട്ട് കേൾക്കരേ, എന്താ നിങ്ങൾ തയ്യാറാക്കി വെച്ചോ ആ നാളുക്ക്? ദുനിയാവുടെ ഫ്യൂച്ചർ ചൊന്നിട്ട് എന്തെല്ലാം തയ്യാറാക്കി വെക്കണോ? എന്തെങ്കിലും ആഖിറത്തുക്ക് വേണ്ടിയിട്ട് നാളെ വർത്തനായിട്ട് പറഞ്ഞത് ആരും കൂട്ടുകുടുംബം ഇല്ലാത്ത ആ ഖബറിൽ പോയിട്ട് നിങ്ങൾ വറങ്ങുണ്ട്, ആ മഹ്ശർ പോയിട്ട് നിൽക്കുന്നുണ്ട്. ആ നാളുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ച് കേൾക്കുന്നതാട്ടിക്ക് മനുഷ്യ മാട്ടിക്കല്ല, എല്ലാ മനുഷ്യ മാട്ടിക്കല്ല, മുഅ്മിനീങ്ങളുടെ മാത്രമായിട്ട് അല്ലാഹു കേൾക്കരേ, സത്യവിശ്വാസികളുടെ മാത്രമായിട്ട് കേൾക്കരേ. അതുകൊണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധി ഉള്ളവനു ബുദ്ധി ഇല്ലാത്തവനു സോമാരിയായവനു ആർച്ചും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട്. അൽ കയ്യുസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധി ഉള്ളവൻ ആർച്ചെന്നെങ്കിൽ അൽ കയ്യുസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധി ഉള്ളവൻ ചൊന്നിട്ടെങ്കിൽ തന്റെ നഫ്സിനെ നിയന്ത്രണത്തില് കൺട്രോളിൽ വെച്ചിട്ട് മരണാനന്തര ജീവിതത്തിക്ക് ആറ് തയ്യാറെടുക്കണ അവനായിട്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധി ഉള്ളവൻ. ആര് പഠിപ്പാത്തന്റെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഈ നഫ്സുണ്ടല്ലേ, ഈ ഹൃദയം ഉണ്ടല്ലേ, കൽബോ, ഇതിൽ കൺട്രോൾ വെക്കണം. അള്ളാഹു വിരോധിച്ച ഒരു മാർഗത്തും എത്ര കഷ്ടപ്പെന്നെങ്കും എത്ര പ്രയാസ സഹിച്ചെങ്കും ഇല്ല, നന്റെ റബ്ബുടെ നിയമനിർദ്ദേശം എതിർ ഞാൻ പ്രവർത്തിക്കില്ല. അങ്ങനെ നന്റെ നഫ്സിനെ നിയന്ത്രണത്തിൽ വെച്ചിട്ട് മരണം ലിമാ ബഅദൽ മൗത്ത്. ബഅദ ചൊന്നെങ്കിൽ പിന്നത്തുക്ക്, ഏത് പിന്നത്തുക്ക്? മൗത്ത്. മരണാനന്തര ജീവിതത്തിക്ക് ആറ് കൂടെ തയ്യാറെടുക്കണ അവനെട്ടിക്ക് നിങ്ങൾ കൂട്ടത്തിൽ ബുദ്ധി ഉള്ളവൻ ചൊത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സോമാരിയായവനു, ബുദ്ധി ഇല്ലാത്തവനു, വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹു സുമ്മ തമന്ന അലല്ലാഹ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സോമാരിയായവൻ ആര് ചെന്നിട്ടെങ്കിൽ തന്റെ ദേഹച്ചരെ പിമ്പറ്റവനു, തന്റെ നഫ്സ് എന്ത് മന്ത്രിക്കരുത് അല്ലേ? എല്ലാ മനുഷ്യന്മാരും നന്മയും ബെടക്കും കൂടെ ഇട്ടിക്കറുള്ളത്. ഇതിനെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കരുത്, ബാഹ്യമായിട്ട് പ്രവർത്തിക്കരുത്. ഇതിൽ എന്ത്ര പണ്ട് അതിരേറ്റിക്ക് സരി ഞങ്ങളുടെ മനസ്സിൽ ബെടക്ക് ചിന്താഗതി പണ്ട് എന്നിട്ടെങ്കിൽ തന്റെ റബ്ബ് അതിൽ പേടിച്ച് നിപ്പാട്ടുണ്ടെങ്കിൽ കൺട്രോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ പക്കൽ പ്രതിഫലം ഉണ്ടു. മനസ്സങ്ങനല്ലേ, കൽബു ചൊല്ലത് ഒരേ മോത്ത് നിൽക്കില്ല, അതിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും നെക്കൊണ്ടിക്കരുത്. ഒരു മർത്തകല്ലുക്ക് തുവാൽ തൂക്കിണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കാത്തടിക്കുമ്പോ ആ തുവാൽ ഇങ്ങനെ തീരുത്, ഇന്നൊരു സൈഡിൽ നിന്ന് കാത്തടിക്കുമ്പോ ആ തുവാൽ പാടും ഇങ്ങനെ തീരുത്. ഇതായിട്ടിരിക്കുന്ന മനുഷ്യന്റെ കൽബ്. കാരണം ഇപ്പൊ നല്ല ഈമാനിക്കു തെല്ല് നേരെ കഴിഞ്ഞിട്ടെങ്കിൽ ആ കൽബിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്ത രൂപത്തിലെ ചിന്താഗതി ബണ്ട്. കാരണം അത് ഒരേ മോത്ത് നിൽക്കില്ല. എന്തെങ്കിലും മുഅ്മിനായ മനുഷ്യൻ, സത്യവിശ്വാസിയായ മനുഷ്യൻ അതിൽ പിടിച്ചു നിപ്പാട്ട, അത് ഒന്ന് ചൊല്ലും മുഅ്മിൻ.
അള്ളാഹുടെ പക്കൽ ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവൻ ചിന്തിക്കുന്ന ആ ഒരു പ്രവർത്തനಕ್ಕೆ ಅವನು ಕടന്നു പോകണ്ടില്ല. ബദലായിട്ട് ഇതാക്കേണ്ട എൻ്റെ റബ്ബ് എൻ്റെ ശിക്ഷിക്കുച്ചുണ്ട് ആ നഫ്സിനെ കൺട്രോൾ അവൻ എന്നെങ്കിലും സോമാരിയായവൻ അങ്ങനല്ല. അവന്റെ മനസ്സിൽ എങ്ങനെ വിചാര ബണ്ട അങ്ങനെ അവൻ പ്രവർത്തിക്കറ. അത് എങ്ങനത്തെ പെടക്ക് തറായെങ്കിൽ സമ അവനത് പ്രവർത്തിക്കറ. ഓനായിട്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തില് സോമാരിയായ ഒന്ന് ബുദ്ധി ഇല്ലാത്ത ചൊല്ല് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ ഈ ചൊല്ല് ನಾನು കേൾക്കറി നിങ്ങൾ ഓരോരുത്തൻ ചിന്തിക്കണോ, നിങ്ങൾ മനസ്സിലാക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഈ ജണ്ടു കൂട്ടത്തിൽ എവിടെ എത്തിക്കറി ನಾನು നിങ്ങൾ ഉള്ളത്. ഞങ്ങളുടെ വഞ്ചന ഉണ്ടാ മനസ്സിലാക്കണു. ഞങ്ങളുടെ കൽബിലു ശിർക്കൻ വിശ്വാസം ഉണ്ടാ. ഒന്നാമത്തേത് ഇവിടെ ശുദ്ധിയാവണം. ഫസ്റ്റ് ഈ മനസ്സു ശുദ്ധിയാവണം. ശിർക്കൻ വിശ്വാസം ഉണ്ടാ. ഇതിൽ ഹസദ് ഉണ്ടാ, ഇതിൽ അഹങ്കാരം ഉണ്ടാ. സമ്പത്ത് കൊണ്ടാവട്ടെ, അധികാരം കൊണ്ട്, യന്ത്രം കൊണ്ടാവട്ടെ അഹങ്കാരം ഉണ്ടാ. അതല്ല ഇതിൽ ഫിത്നത്തെ മനസ്ഥിതി ഉണ്ടാ ചൊಂತು ഞങ്ങൾ ചിന്തനം ശുദ്ധിയാക്കണം. ഇല്ലെങ്കിൽ പരലോകത്ത് നഷ്ട എത്തിക്കുള്ളത്. ഇത് ശുദ്ധിയാക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു എർച്ചിരിക്കെട്ടുണ്ടോ. ആ എർച്ചിരിക്കെട്ട് സമയെങ്കിൽ ഇടീ ശരീര സമയ പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എർച്ചിരിക്കെട്ടിಗೆ എന്തായെങ്കിലും കേട് ಬಂದಂಟಾಗಿ ഇടീ ശരീര കേട് ബാച്ചലോ അല അറിയോರು അതൈറ്റിക്ക് കൽബു ചൊಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശുദ്ധാമോ. മരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ശുദ്ധിണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗദണ്ഡ. അതുകൊണ്ട് ഏത് ഭാഗത്തിലായിട്ടിക്ക് നാണ്യങ്ങളുള്ളത്. ഞങ്ങളെ കച്ചവടം ഉണ്ടോ, എങ്ങനെയായിട്ട് ആ കച്ചവടം നടന്നിട്ടില്ലേ. ആൾമാരെ വഞ്ചനാക്കിട്ട ഡോങ്ങിയാക്കി സമ്പത്താക്കിട്ടില്ലമ്മ, അല്ലെങ്കിൽ ಬೇರೆ അല്ലാഹു ഹറാമാക്കിയ സ്ഥിതിയിൽ ഞങ്ങൾ സമ്പത്താക്കില്ല. ഇതൊക്കെ അള്ളാന്റെ പക്കൽ കണക്കുണ്ട്. ഈമാനുള്ള മനുഷ്യൻ ഒത്തക്കൂ യൗമൻ ലാ ഒത്തക്കൂ തുർജഊന ഫീഹി ഇലല്ലാഹ്. അവൻ ആൽച്ചനക്ക് നക്കൽ എൻ്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കൊണ്ടും ഇതൊക്കെ നക്ക് വേണ്ട, ഇതൊക്കെ നക്ക് വേണ്ട. എത്ര കോടി കിട്ടിയെങ്കിലും സമ ഈ ഹറാമായ സമ്പത്ത് നക്ക് വേണ്ട, ഈ ഹറാമായ വ്യവസ്ഥ നക്ക് വേണ്ട. കാരണം നാളെ ഞാൻ ഒർത്തനായിട്ട് കബറിൽ വന്നുപോകില്ലത്. ഒർത്തനായിട്ട് അള്ളാന്റെ പക്കൽ വിചാരണ നേരിടണായത് അവിടെ ആരും സഹായത്തിക്കില്ല, ഒരാളും സഹായത്തിന് വേണ്ടില്ല. കാരണം അള്ളാഹുടെ കോർത്തു അത് കൃത്യമായിട്ട് കടുകുമണിരത്ത് നല്ലാക്കും അള്ളാഹുടെ അതിലൂടെ നിങ്ങൾക്ക് പ്രതിഫലം തണ്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ വഹയാതക ഖബല മൗതിക, നിന്റെ മരിപ്പ് ബണ്ടേക്ക് മുന്നല്ലോ നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്താൻ ചൊല്ല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യത്തിൽ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. ആർക്കും ഈ മരണത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എത്ര എങ്ങനത്തെയുള്ള നിഷേധാക്കുന്ന ആൾമാർ വന്നോರು മരിപ്പിടെ ഒരാളും ഹിന്ദുത്വം നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, നിങ്ങളെ ചൊറുപ്പിടെ ഭാരത്തെ കാണിട്ട് മുട്ടം മരിപ്പുണ്ട് ചൊന്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നല്ല ആരോഗ്യമുണ്ട് അല്ലേ. കേരളത്തിൽ ഒരു മനുഷ്യന്റെ ചരിത്രം ഓതില്ലേ, സുബൈക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇടീ ബോഡി ചെക്കപ്പ് ആക്കും അല്ലേ. എല്ലാ ചെക്കപ്പ് ആക്കിയിട്ട് ഉച്ചക്ക് 3 ഗಂಟೆ തോന്നും, സുബൈക്ക് 7 ഗಂಟೆಗೆ തിന്നാൻ കുടിക്കാണ്ട് അവിടെ പോന്നു. ആ ബോഡി ചെക്കപ്പ് പോകും. അങ്ങനെ പോയിട്ട് നീണ്ട ഉച്ചക്ക് 3 ഗಂಟೆ തോന്നും എല്ലാ റിപ്പോർട്ടുമായി ലിഖിത്ത് അവിടെ ഉള്ള ഡോക്ടറെ കൺസൾട്ട് ആക്കി ഡോക്ടർ ചൊന്തു നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രോബ്ലം ഇല്ല, ഷുഗർ ഇല്ല, BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, അങ്ങനത്തെ എന്തോ പ്രയാസം ഇല്ല. അങ്ങനെ ആ മനുഷ്യൻ തന്റെ പെഞ്ഞായുമായിട്ട് ആ റിപ്പോർട്ട് വെച്ചിട്ട് കൊസിയോട് കൂടി എന്തില്ലല്ലേ ഹോസ്പിറ്റലിൽ ഗേറ്റ് മുട്ട പറഞ്ഞോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു പോയിട്ട് ഇതെത്തിക്കാൻ മാറിപ്പോവും. ആരോഗ്യം ഒന്നും വേണ്ട. ആരോഗ്യം ഇന്നില്ലെങ്കിൽ ഇന്നെങ്കും മരിപ്പോ അള്ളാഹു തീരുമാനിച്ച സമയത്തിൽ ബണ്ട്. ആ സമയത്ത് അത് എത്ര ചൊന്തു വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അറിയോ നിങ്ങ അന്നമൽ ഹയാത്തു ദുനിയ, ഈ ഐഹിക ജീവിതം എങ്ങനെ ചൊന്നിട്ടെങ്കിൽ എന്ത് ചൊന്നിട്ടെങ്കിൽ ലൈബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ദുനിയാവുടെ ജീവിതം ചൊന്നെങ്കിൽ കളിതമാശ, വിനോദ, അലങ്കാര, പരസ്പര പെരുമ കാട്ടരുത്, പരസ്പര സമ്പത്തിന്റെ പേരിലും സന്താനത്തെ പേരിലും പൈപ്പോട്ടി കാട്ടരുതല്ലാണ്ട് വേറെ ഒന്നും അല്ല ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനല്ല മനുഷ്യന്മാർ വിനോദത്തിനും കളിതമാശലും അതേപോലെ സമ്പത്തിനും സന്താനത്തെ പേരിലും തറവാട് പേരിലും ഹിരിമ കാട്ടരുതും. ഇതല്ലേ ദുനിയാവുടെ ജീവിതത്തിൽ മനുഷ്യൻ ജീവിച്ചിട്ടില്ലേ എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലെ പഠിപ്പാത്തണ്ട ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആയുസ്സിന്റെ വിഷയത്തിൽ കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തന്നെ കമസലി ഒരു ഉദാഹരണം ഒരു ഉപമ അല്ലാഹു തന്റെ മനുഷ്യന്റെ ആയുസ്സിന്റെ വിഷയത്തിൽ ഗൈസിൻ അഅജബൽ കുഫാറ, അതൊരു മല പോലെ എത്തിക്കരുത്.
മനുഷ്യന്റെ ആയുസ് ചൊന്നെങ്കിൽ ഒരു മലയുടെ പോലെ ഇട്ടിക്കരുത്. മല ചൊന്ന ആകാശത്തിന് തുമ്പുള്ള തണ്ണി ആ മലയുടെ പോലെ ഇട്ടിക്കരുത്. കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ. ആ മലയിൽ നിന്ന് കൊടിക്കുന്ന തൈയുടെ ആ തൈ ഇങ്ങനെ ബെല്ലായിട്ട് പണ്ടെതിരെ അതിൽ ആക്കിற കൃഷി ഡൗണു നോക്കിയിട്ട് അത്ഭുതപ്പെടുക അല്ലേ. കൃഷി ആക്കിറങ്ങ ബിത്തിട്ടോറും എന്നിട്ട് ആകാശത്തിൻ്റെ മല പണ്ട് ആ മലയിൽ നിന്ന് ബിത്ത് കൊടിച്ചിട്ട് ആ തൈ ഇങ്ങനെ ശക്തമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പച്ച കളറുള്ള പല അതിങ്ങനെ ബെല്ലായിട്ട് പണ്ട് ഞങ്ങൾ നോക്കില്ലേ നെല്ലിടെ കണ്ടത്തെല്ലാം നോക്കില്ലേ ഒരു തൈ കൊടിച്ചാൽ പിന്നെ അതിങ്ങനെ പച്ച കളറിൽ എത്ര സൗന്ദര്യമായിട്ട് കാണ്ട് നല്ല ശക്തിയുള്ള സമയത്തേക്ക് ആ തൈക്ക് അതിലൂടെ നെല്ല് ഇങ്ങനെ വിരിഞ്ഞിട്ട് പൊട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ. ആ തൈക്ക് ഒരു മഞ്ഞൾ കളർ ബാധിക്കുകൊണ്ട് ചൊന്ത് വിശുദ്ധ ഖുർആൻ. അതിനർത്ഥ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് ഞങ്ങൾ ദുർബലാവസ്ഥയിൽ കടന്നു വന്ന അള്ളാഹു ഞങ്ങൾക്ക് താക്കത്തന്ന ഈ താക്കത്ത് നിന്റെ നിലനിൽക്കില്ല. ഏതുപോലെ ചൊന്ന ആ പച്ച തൈ ഉണ്ടല്ലേ അതൊക്കെ ഒരു മഞ്ഞൾ ബാധിക്കരുത്. അതേപോലെ നിൽക്കും ദുർബലാവസ്ഥ കടന്നു പറഞ്ഞു ചൊന്ത് വിശുദ്ധ ഖുർആൻ. അല്ല ചൊല്ലി എത്ര ചന്തയ്ക്ക് ഉപമല്ല ചണ്ടി ആ തൈ എത്ര ചന്തയ്ക്കര്. എന്നിട്ട് കൊറിയ നാള് കഴിയുമ്പോ ആ തൈയുടെ കാണുമ്പോ അതൊക്കെ ഒരു മഞ്ഞൾ കളർ ബാധിക്കരുത്. അതൊരു ബൈസര കാല ഇന്ന് ആ തൈക്ക് നാളില്ല. അതേപോലെ മനുഷ്യ നിന്റെ ജീവിതത്തിലും ദുർബലാവസ്ഥ കടന്നു പറഞ്ഞു കൊണ്ട് ചൊന്തു അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞ സഹോദരന്മാരെ ആ മരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഒന്ന് തൗഹീദിൽ ശിർക്ക് പറയാത്ത പല ജാഗ്രത ആക്കണം. ಕಾರಣ ಆರಿಗೆ ಬೇನೆಟ್ ಎಂದಿಗೆ ಬೇನೆಟ್ ನಂಗ ತೌಹೀದ್ ಒರ್ಕಲು ಅಡ್ಜಸ್ಟ್ಮೆಂಟ್ ಕಾಟೋಗಾವಿಲ್ಲ ನಬಿಮಾರು ಪೋಲು ಕಾಟಿಟ್ಲ ಕಾಟೋಗಿಲ್ಲ ಅದಲು ಕಾಟೆಂಟಾಂಗೆ ಅಂಗ ಕಾಲ ಕಾಲ ನರಗತ್ತು ಕಲಿಯೋಗ ಬರು ಕಬೂರ್ಲು ಪ್ರಯಾಸ ಅನುಭವಿಕ ಬರು അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ക്രമമുണ്ട് ഞങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ ഞങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കി എടുക്കേ ആൾമാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തം നഫ്സിനെ മറുക്കಂತ ഓരോരുത്തರಿಗೆ ಉಪದೇಶ ಹಾಕಿಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಂಡಿಲ್ಲ. ಸಹೋದರಮಾರ രണ്ടാമത്തെ ഖുതുബ ചൊല്ലുകയുള്ള വിഷയ 2 നാളുകൾ മുന്നಲು ക്രിസ്ത്യൻഡങ്ങ അതായത് നസറാനിങ്ങ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യേസു ചൊന്തു അങ്ങ് ആരാധിക്കുന്ന യേസുരെ ജന്മദിനത്തെ അങ്ങ് ആഘോഷാക്കിയവർ ക്രിസ്മസ് ചൊന്തു. എനിക്കെല്ലാവർക്കും ഒന്നുണ്ട് ആ ക്രിസ്മസിന്റെ ആഘോഷം ഇന്നും ഒരു വാരം നീണ്ടു നിൽക്കരുത്. എന്തെങ്കിലും സഹോദരന്മാരെ ഞങ്ങൾ സമുദായത്തിൽപ്പെട്ട് ചെമ്മത്തെ സഹോദരന്മാർ അതൊക്കെ ആശംസ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കിട്ടും. ചെമ്മത്തെ കച്ചവടത്തെ ആൾമാർ ക്രിസ്മസ് ചൊന്തു വലിയ ഫ്ലെക്സ് ഇട്ടിട്ട് ഭയങ്കര ഓഫർ വെച്ചിട്ട് തങ്ങളെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുക ചൊന്തു അന്യകുമല്ല ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ എത്ര ആൾമാരുള്ളവരും വാസ്തവികതമായിട്ട് ಅದರ ಗೌರವ ഞങ്ങൾ മനസ്സിലാക്കും. സഹോദരന്മാർ എത്ര ഗൗരവമുള്ള വിഷയ ഇസ്ലാം ദീൻ ഞങ്ങൾക്ക് പഠിപ്പാറ്റുണ്ട്. മതസൗഹാർദ്ദ ചൊന്ത് ഇസ്ലാമിലില്ല. മനുഷ്യ സൗഹാർദ്ദം മാത്രം എത്തിക്ക് ഇസ്ലാം പഠിപ്പാറ്റെ. മത ചൊന്നെങ്കിൽ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാറ്റുന്ന ഒരു ആദർശത്തില് അതില് സൗഹാർദ്ദമില്ല. അത് എങ്ങനെ അള്ളാഹു റസൂൽ പഠിപ്പാറ്റಂದ್ರ അതേപോലെ ഞങ്ങൾ ജീവിത പാലനാക്കണു. അത് ആൾമാർക്ക് എത്തുപാട്ടണം. അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അതിൽ ഒരു സൗഹാർദ്ദത്തെ ഇല്ല. ഇത് ചൊന്നെങ്കിൽ അവനുക്ക് ബേജാറാവല്ലേ, ഇങ്ങനെ ചൊന്നെങ്കിൽ ഓനും ബേജാറാവല്ലേ, അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റും ദീനിലില്ല. എന്നെങ്കിലും മനുഷ്യന്മാരുടെ നടുള്ള സൗഹാർദ്ദത്തുണ്ട്. അതെങ്ങനെ ചൊന്നിട്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പഠിപ്പാറ്റുന്നത്. ഏത് പച്ച കർലുള്ള ജീവിതത്തിക്കും നീನು കാരുണ്യ കാട്ടും ചൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ നിരക്കരവನು ಅವನು ಅಮುಸ್ಲಿಮ್ ಆಯಂಗum ಅವನ ಅವಚೋರು ಅವನು ಕಷ್ಟಪಾಡಾൻ ಬಂದಂಟುള്ള പ്രയാസ ಬಂದಂಟುള്ള അവിടെ മനുഷ്യൻ എന്ന നിലക്ക് അവനക്ക് സഹായിക്കും. അതിൽ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാറ്റുണ്ട്. കാരണം ഇന്ന് ദുനിയാവിൽ ഇസ്ലാം ചൊല്ലെ ഒരു തീവ്രവാദത്തെ ദീനാക്കിയിട്ട് ആൾമാർ കാട്ടോರು വാസ്തവികമായിട്ട് മാനവികത ഇത്ര മാത്രം മാനവികത പഠിപ്പാറ്റന്നെ ഒരു ദീൻ ഇസ്ലാം അല്ലാണ്ട് ദുനിയാവിൽ എവിടെയും കാണുക ഞങ്ങൾക്ക് സാധ്യമല്ല. അത്ര എത്രത്തോളം ചൊന്നെങ്കിൽ നിന്റെ നിരക്കറവನು പൈസ തെച്ചെങ്കിൽ ബയർനറിഞ്ഞു കൊണ്ടിടവನು നന്നിൽപ്പെട്ടവನು അല്ല ചൊല്ലവർത്തോളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അല്ലാണ്ടോ
നന്നിൽപ്പെട്ട എത്രത്തോളം ചൊന്നെങ്കിൽ അള്ളാന്റെ റസൂൽ ചൊല്ലു നിങ്ങൾ കറിയാക്കണോರು അതൊരു ദപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് എന്നെ നിങ്ങൾ നിരക്കറം പയിച്ചിട്ടുള്ള ಅದಕ್ಕೆ തന്നി കൂട്ടിട്ട് അതിലെ സ്വാദ് കുറഞ്ഞ മുമ്പിലല്ല അവന് കൊടുക്കും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലുള്ളവരുടെ കരുണ കാട്ടെങ്കിൽ ആകാശത്തുള്ള നിങ്ങളുടെ കരുണ കാട്ടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ചെന്നെങ്കിൽ ഒരു മൃഗത്തെ ഒരു ജാനുവാർ നിങ്ങൾ അറക്കുമ്പോ അതിന്റെ കത്തിനെ നിങ്ങൾ മൂർച്ച കൂട്ടം ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മൂർച്ചയില്ലാത്ത കറ്റുകൊണ്ട് ആ ജാനുവാർക്ക് നിങ്ങൾ പ്രയാസത്തെ കൊടുക്കത്തീര ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജാനുവാർ അറക്കുമ്പോ അത് ഏത് ജാനുവാർ വേണമെങ്കിൽ കോഴി ആവട്ടെ ആടാവട്ടെ എന്ത് വേണാവട്ടെ ಇನ್ನೊരു ജാനുവാർ മുന്നിൽ നിങ്ങൾ അറക്കോത്തീര ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മാനവികതം കാരുണ്യ പഠിപ്പാട്ടൻ ഇസ്ലാം ദീൻ. ഇതില് പരസ്പരം നിങ്ങൾ സഹകരിക്കുന്നു, സൗഹാർദ്ദത്തെ കാട്ടുന്നു. അതിൽ സൗഹാർദ്ദത്തെ കാട്ടില്ലെങ്കിൽ നന്നിൽപ്പെട്ടവനല്ല ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതേ നേരത്തേക്ക് ഇസ്ലാം ദീനിൽ പഠിപ്പാൽ തന്നെ ഏതെങ്കിലും ഒരു ആദർശത്തെ വിഷയത്തിൽ ഒരാളുടെയും അഡ്ജസ്റ്റ്മെന്റ് കാട്ടുകയോ ഒരു പ്രമാണബദ്ധം നിങ്ങൾക്ക് കിട്ടില്ല. എത്രത്തോളം ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മുസ്ലിം ചൊന്നല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷ നീ ഞങ്ങൾ കൂടെ വാ, ഞങ്ങൾ കൂടെ വാ, ഞങ്ങൾ ആരാധിക്കുന്നവിടെ വന്ന് നില്ല്, ഒന്ന് കൈ വൈത്ത് തന്നെ മയോ വേറെ എന്താക്കണ്ട. പിന്നത്തെ ഒരു വർഷ നീ ചൊന്നപ്പോൾ ഞങ്ങൾ കേൾക്കണം. അങ്ങനെ ഒരു സൗഹാർദ്ദത്തിൽ ഞങ്ങൾ പോയി, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾ പോയി. ഒരു ഗലട്ട് സംഭവിക്കില്ല, ഒരു യുദ്ധം സംഭവിക്കില്ല, എന്തും ഇല്ല. സൂറത്ത് കാഫിറൂൻ ഇറങ്ങില്ലേ, അതിന് അവസാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ പലക്കൈറ്റുകൾ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക്, നന്റെ ദീൻ ഞങ്ങൾക്ക്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. മാനവികമായിട്ട് മനുഷ്യപരമായിട്ട് എന്തെന്നൊക്കെ സഹായിക്കൂ ദുനിയാപരമായ വിഷയത്തിൽ ഞാൻ ആക്കിട, ഞാൻ അതിൽ ഇടപെട എന്നെങ്കിലും അള്ളാഹു പഠിപ്പാൽ തന്നെ ആദർശത്തെ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തൗഹീദിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാട്ടെങ്കിൽ അവന് ബർലോക്ക ആഖിറ അത് വലിയ നഷ്ടത്തിലായിട്ട് പോകും ചൊന്തൈറ്റ്. അതുകൊണ്ടാ ചൊല്ലേ ഈ ക്രിസ്മസ് ചൊന്നെങ്കിൽ ഇದ್ರ അപകടം മനസ്സിലാക്കുന്നു. ഈ നസറാനിങ്ങ അല്ലേ അള്ളാഹു മോനുണ്ട് ചൊന്ത രണ്ട് വിഭാഗം വാദിച്ചവർ. ഒന്ന് യഹൂദിമാർ, നസറാനിങ്ങ. അള്ളാഹു വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ വഖാലു ഇത്തഖദ റഹ്മാൻ വലദ ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദ, റഹ്മാനായ റബ്ബുകു സന്താനം ഉണ്ടുണ്ട് അങ്ങ് ചൊന്നോರು. ലഖദ് ജിഅതും ശൈഅൻ ഇദ്ദ, അങ്ങാക്കി ആരോപ എത്ര ഗൗരവമുള്ളതായിട്ടിരിക്കുന്നത് അല്ല ചൊല്ലേ. അങ്ങാക്കി ആരോപം ഉണ്ടല്ലേ എത്ര ഗൗരവമായിട്ടിരിക്കേ. തകാദു സമാവാതി യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ. അങ്ങ് അല്ലാഹു മോനുണ്ട് ചൊന്ത വാദിച്ചപ്പ ആകാശ പൊട്ടി പോന്ന പോലെ, അതേപോലെ ഭൂമി പൊട്ടി പോന്ന പോലെ, പർവ്വത നുച്ചുനൂറാവിടെ പോലെ ಅದಕ್ಕೆ ಅನುಭವ ಆಯ್ತು. അതല്ലേ ഡിസംബർ തിങ്കളിൽ ബല ബല അപകടം സംഭവിച്ച തിങ്കളേ അത്. അതിനർത്ഥം ഡിസംബർ തിങ്കൾ നല്ലില്ല ಅಂತಲ್ಲ. അള്ളാഹു പഠിച്ച ഏത് തിങ്കൾ ഏത് നാൾ നല്ലതേ. എന്തെങ്കിലും എന്തുകൊണ്ട് ഡിസംബർ തിങ്കൾ യാರ ഇങ്ങനത്തെ അപകടങ്ങൾ, സുനാമി പോലത്തെ അപകടങ്ങൾ എത്ര അതെ കൊറോണത്തെ തുടക്കത്തല്ലേ നിങ്ങൾ നോക്കൂ ഈ തിങ്കളായിട്ട്. കാരണം എന്തേ ആകാശ ഭൂമിക്ക് അതിൽ താങ്ങുകയില്ല. റബ്ബുgu മോനുണ്ട് ചൊന്തങ്ങ് വാദിച്ചപ്പ, അല്ലാഹുഗു റഹ്മാനായ റബ്ബുgu സന്താനം ഉണ്ട് ചൊന്ത വാദിച്ചപ്പ ആകാശ ഭൂമി പർവ്വതം ಅದಕ್ಕೆ ഉൾക്കൊള്ളുകയില്ലത്. കാരണം അങ്ങ് ആക്കി ആറോ പത്ര ഗൗരവമുള്ളതായിട്ടിക്കറ്. അതെ അൻദഅഉലി റഹ്മാനി വലദ, റഹ്മാനായ റബ്ബുgu സന്താനം കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒರ್ತೈತಿಗ. ಅವನು ಆರು ಸಂತಾನಮಲ್ಲ, ಅವನಿಗೆ ಆರು ಸಂತಾನ ಇಲ್ಲ. ವಲಂ ಯಕುಲ್ ಲಹು ಕುಫುವನ್ ಅಹದ್, ಅವನು ಒರ್ತನೈತಿಕರ സന്താനം ഇല്ലാത്തവൻ, അവൻ ആരുടെ സന്താനമല്ല ചൊന്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായിട്ട് പറ്റും. അതുകൊണ്ട് അന്യകോമുടെ ആദർശത്തുക്ക് അങ്ങനെ ആശയത്തുക്ക് അങ്ങനത്തെ ആശംസങ്ങ അങ്ങനത്തെ ಅದಕ್ಕೆ പോയിട്ട് ചേരരുത്. ഇതൊക്കെ ഞങ്ങളെ പരലോക നഷ്ടപ്പെടുത്തുന്ന വിഷയത്തേക്ക്. കാരണം ദീൻ അണ്ടിയത് ദീന, അത് ഇണ്ടും ദീന്. അണ്ടിയത് ദീനല്ലേ, അത് ഇണ്ടുകും എപ്പോഴത്തും ദീനല്ലായിട്ട് ചൊന്തു വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അള്ളാഹു ഞങ്ങൾക്ക് ഹക്കടെ ഹക്കായിട്ട് മനസ്സിലാക്കും, ബാത്തില്ല ബാത്തിലായിട്ട് വിട്ടുപിടും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ജന്ന മൂന്ന് വിഷയം ചൊല്ലും സഹോദരന്മാരെ. പ്രത്യേക ഖുതുബത്തേക്ക് ലർന്ത് ഖുർആൻ അതിലെ 14ാമത്തെ അന്തത്തെ എക്സാമു ഇതേ ബണ്ട് ജനുവരി 5ക്ക് ಅದರ ഒരു സെന്റർ ഊടുണ്ട്. ಅದಕ್ಕುള്ള എല്ലാ വ്യവസ്ഥയും ഊടുണ്ട്. അതുകൊണ്ട് ഈ ഒരു എക്സാമിന്റെ യാരത്തെ സംഖ്യയിൽ നിങ്ങൾ എഴുതണം. കാരണം അതിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചമ്മ ഇൽമുങ്ങ കിട്ടുന്നത്. കാരണം ആ സൂറത്തുള്ള പ്രധാനപ്പെട്ട വിഷയത്തിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണ്ടത് 4 ആൻസർ ഉണ്ട്. കാലി ടിക്കാക്കും മാത്രം ഇട്ടിക്കരുത്. അതൊരു ബുക്കുണ്ട്, 3 സൂറത്ത് ഇട്ടിക്കരുത്. വിശുദ്ധ ഖുർആന്റെ ലുക്മാൻ സൂറത്ത്, അസ്സജദ, അൽ അഹ്സാബ് 31, 32, 33ാമത്തെ സൂറത്ത് ഇട്ടിക്കരുത്. അതിലുള്ളത് ഈ ഒരു വ്യവസ്ഥ, ഈ ഒരു യോജന എന്ത് കയറ്റിക്കരുത്. നേരത്തെ ചൊന്നില്ല അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അതുക്ക് പിന്നെ തയ്യാറാവുള്ളത്.
ആ മരണത്തിന് വേണ്ടി തയ്യാറാവുള്ളത്. അള്ളാഹുടെ കലാം പഠിക്കുന്ന സുലഭമായ വ്യവസ്ഥയായിട്ട് കന്നഡത്തിലും ഇംഗ്ലീഷിലും മാത്രം ശബ്ദാർത്ഥമെല്ലാം ഉണ്ട്. കൃത്യമായിട്ട് ഒരു നാളുക്ക് ഒരു അരങ്ങട്ട് ഇന്ന് ഒരു വാർത്ത ടൈമിന് സഹോദരന്മാരെ പഠിക്കണോ, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അള്ളാഹു ഞങ്ങളുടെ ജീവിതമല്ലേ ഖുർആൻ ചൊല്ലരുത്, ഖുർആൻ ചൊല്ല ഞങ്ങളുടെ ജീവിതമല്ലേ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം യാത്ര സംഖ്യയിൽ നിങ്ങൾ എല്ലാവരും പാൽകൊള്ളണോ. ഞങ്ങളെ മരണാനന്തര അതിൽ ഒരു അർഫ് ഓതിണ്ടെങ്കിൽ 10 പ്രതിഫല. അലിഫും ലാമും മീമും അത് 3 ഒന്നല്ല ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആയിട്ടിക്കറ്. അലിഫു പ്രതിഫല ಬೇರೆ, ലാമുകും പ്രതിഫല ಬೇರೆ, മീമുകും പ്രതിഫല ಬೇರೆ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അർഫ് ഓതിങ് 10 പ്രതിഫല. ഇന്നದ್ರ അർത്ഥ വായിച്ചെങ്കിൽ എത്ര പ്രതിഫല, ഇന്നದ್ರ അനുസരിച്ച് ജീവിച്ചെങ്കിൽ എത്ര പ്രതിഫല. ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടേ? നാളെ ഉറങ്ങുമ്പോ 6 അടി മണ്ണിൽ ഉറങ്ങുമ്പോ സ്വസ്ഥമായിട്ട് സമാധാനത്തോടു കൂടി ഉറങ്ങാം, അതനുസരിച്ച് ജീവിച്ചെങ്കിൽ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തില് നിങ്ങൾ എല്ലാവരും നല്ല രൂപത്തില് ಇದರ ಉಪಯೋಗಪಡ್ತಾನೋ ಚಂತು ಈ ಸಂದರ್ಭ ಗಮನಿಸ್ತದೆ. അതേപോലെ ಪ್ರತಿ ತಿಂಗಳಾಸ പെണ്ണിങ് ഉപേനായിട്ട് സുബൈ 10 ഗಂಟೆ കൂടെ തസ്ഗിയ ക്ലാസ് നടന്നുകൊണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ തസ്ഗിയ ക്ലാസ്സും നിങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ കർത്തണു. അതേപോലെ പ്രതി നേരം സുബൈ ഫജ്ർ നിസ്കരിച്ചിട്ട് 1 ഗಂಟೆ കൂടെ ഇത് തജ്വീദ് ക്ലാസ് നടന്നുകൊണ്ടുണ്ട്. ഖുർആൻ എങ്ങനെ പാരായണാക്കരെ, നിയമത്തെ പ്രകാരം എങ്ങനെ പാരായണാക്കൽ ചൊന്തല്ലേ ഒരു ക്ലാസ് നടക്കരുത്. ഇതൊക്കെ ഞങ്ങളെ പരലോകത്ത് ഉള്ളതായിട്ടേക്കരുത്. അതുകൊണ്ട് ഈ എല്ലാ ക്ലാസ്സിലെ ഞങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണു. ഞങ്ങളെ കൽബുകു തസ്കിയ പോലാണ്. അള്ളാന്റെ ദീന്റെ വിഷയം തസ്കിയ പോലുണ്ടെങ്കിൽ അത് ഈമാനോട് കൂടി നിലനിൽക്കരുത്. ഒരു ബെടക്ക് തര ബരാത്തെ പോലെ അത് ജാഗ്രത അവിടെ ചൊന്തില്ല വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കി. ഇന്ന് മനുഷ്യന്മാർ ബെടക്ക് തരത്ത് പോകണു. കാരണം ಇದಕ್ಕೆ തസ്കിയ ഇട്ടുണ്ടില്ല. എത്രത്തോളം ചെന്നെങ്കിൽ ദീന്റെ വീഡിയോ 1 നിമിഷത്തിൽ വന്നെത്തിട്ട് അല്ലെ, ഒരു വാട്സപ്പിൽ ഞങ്ങൾ 1/2 ഗಂಟೆ 1 ഗಂಟೆ വയ്ക്കുക, ഒരു മടിയും കാണില്ല. എന്നെ ദീന്റെ വിഷയത്തിൽ ഒരു വീഡിയോ നോക്കണ്ടെങ്കിൽ അതിനൊക്കെ ടൈമില്ല. 1 സെക്കൻഡ് വീഡിയോ ഇപ്പൊ വന്നത് എന്നെ അത്രയും പുരുഷത്തില്ല ആൾമാർക്ക് ദീന്റെ വിഷയത്തില്. ബാക്കി എല്ലാ വിഷയത്തിൽ പുരുഷത്തുണ്ട്. പുരുഷത്ത് കിട്ടുന്ന നേര അത് മരിപ്പൈത്തിക്കരുത്. ആ സമയത്ത് എത്ര ഖേദിച്ചിട്ടും ഫായതയില്ല. അതുകൊണ്ട് ചൊല്ല നണ്ടിട്ട് കേക്ക് നിങ്ങൾക്കും ഈ വിഷയത്തിൽ ഗമനത്തിൽ വെക്കണു. അതേപോലെ പള്ളിയുടെ കളക്ഷൻ വാരം നടക്കരുത്. മാഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നല്ല രൂപം സഹായിച്ചു സഹകരിച്ചു. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫല ദുനിയാവിലും ആഖിറത്തിൽ നിങ്ങൾക്ക് തന്നെ. അതേപോലെ ആ കളക്ഷൻ ഇന്നും നടക്കരുത്. എല്ലാവരും നല്ല രൂപത്തിൽ നല്ല സഹായത്തോടു കൂടി അള്ളാഹിന്റെ ഈ ഭവനത്തിൽ ഇത് കൊണ്ടു നടക്കുന്ന ഭാരവാഹിമാർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമില്ലാത്ത പോലെ നിങ്ങളെ സഹായിക്കുന്നു സഹകരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേ എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സീക്കുകൊണ്ട് പ്രയാസബന്ധങ്ങളും ഹോസ്പിറ്റലിലും മൗത്തിലും മാരകമായി സീക്കൊണ്ട് ഷാഫിയ റബ്ബു അവന്റെ കുദ്റത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യത്തെ ശിഫത്തെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നവർത്തോളം അള്ളാഹുടെ പരിശുദ്ധ അള്ളാഹുവെ നിന്റെ പരിശുദ്ധമായ കലാമിനെയും നിന്റെ റസൂലിന്റെ സുന്നത്തിനെ അനുസരിച്ച് ജീവിക്കരെ യഥാർത്ഥ മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ അള്ളാഹു നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തുള്ളവരോ അങ്ങനെ കുടുംബങ്ങൾ പ്രയാസ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവെ ആ ബന്ധനത്തുള്ള സഹോദരന്മാർക്ക് പരിപൂർണമായ ന്യായത്തെ കൊടുത്തിട്ട് ആ ബന്ധനത്തിൽ മുക്താവൂ അള്ളാഹു നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഈ മുസ്ലിം ഉമ്മത്തുകൾ ഇസ്സത്തിൽ തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ എല്ലാ നമ്മുടെ പ്രയാസത്തിൽ ഞങ്ങളെ കാത്തു സലാമത്താക്കണം. അല്ലാഹുവേ അല്ലാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ നാളെ ഒരു കൂട്ട സ്വർഗത്ത് ഒരു കൂട്ട നരകത്ത് പോകുമ്പോ ആ സ്വർഗത്തില് നബിമാരെ കൂടെ സിദ്ദീഖീങ്ങൾ കൂടെ സ്വഹദായങ്ങൾ കൂടെ സ്വാലിഹീങ്ങൾ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടെ യഥാർത്ഥ സത്യവിശ്വാസിമാരെ കൂട്ടത്തില് അല്ലാഹു ഞങ്ങളെ എല്ലാവരും ഉൾപ്പെട്ട് അനുഗ്രഹിക്കണം. അല്ലാഹുവേ ഭയാനകമായി നൊമ്പല മാത്രം അനുഭവിക്കരെ ആ ജഹന്നമിൽ നിന്ന് നരകത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ കാത്തു സലാമത്താക്കണം. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാ നംതുല്ലെ ബെടക്ക് തർത്തിಂತ ബുട്ടനിക്കുള്ള സൗമനസരെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറമ إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.